സാർ നമ്മളിപ്പോ 2025 കടക്കാൻ പുതിയ വൃത്തി പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വൃദ്ധി എന്നുള്ള പേര് തന്നെ ഈ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്ടഡ് ഒന്ന് കയറിയ ഒരു പേരാ. ഞാൻ നേരത്തെ 2020 മുതൽ ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു വാലും തലയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 21 ദിവസം ഒരു പ്രോഗ്രാം എടുക്കും, ഫ്രീ പ്രോഗ്രാമാണ്. കുറെ പേര് വരും, കുറെ പേര് വരില്ല. അങ്ങനെ അങ്ങനെ അത് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതെനിക്കൊന്നൊരു 5-6 സെഷൻ ഞാൻ എടുത്തിട്ടുണ്ടാവും. എന്നുവെച്ചാൽ 21 ദിവസം വെച്ച് 5-6 എണ്ണം പോയി. അതിനുശേഷം ഈ 33 ഡേയ്സ്, ഞാൻ നേരത്തെ പറഞ്ഞത് 33 ഡേയ്സിലേക്ക് ഞാൻ കടക്കണം. അപ്പോൾ 33 ഡേയ്സിലേക്ക് കടന്നപ്പോൾ ഞാൻ അതിനെ സ്ട്രക്ചർ ആക്കിയത്. അതിനെല്ലാം ഞാൻ ഏതൊരാൾക്കും വേണമെങ്കിൽ ഇതിന് കോപ്പി ചെയ്യാം. ആ രീതിയിൽ ഞാൻ സ്ട്രക്ചർ ചെയ്ത ശേഷം ഞാൻ 3 എടുത്ത്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഇത്ര ആൾ വരുമായിരിക്കും. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി ആളുകൾ വന്ന് കയറിയതിനകത്ത്. അപ്പോൾ കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ കുറേ സഹായികളുണ്ട്, എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എൻ്റെ സ്റ്റുഡൻസുമായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഇത് നോക്കിക്കണ്ട് നടത്താൻ തുടങ്ങി. അങ്ങനെ ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ എല്ലാ മാസവും ഈ പ്രോഗ്രാം വയ്ക്കാം, കാരണം അത്രയ്ക്ക് ആളുകളുണ്ട്. അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു വർഷം 3 4 കൂടി എടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തണം, അതിൻ്റെ കണ്ടന്റ് മികച്ചതാക്കണം. അപ്പോൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഞാൻ എൻ്റെ കണ്ടന്റ് ആളുകളിൽ നിന്ന് റിപ്പോർട്ടിനനുസരിച്ചിട്ട് അത് മാറ്റിക്കൊണ്ട് കൂടുതൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഈ വർഷം, കഴിഞ്ഞ വർഷം ഞാൻ ഈ പ്രോഗ്രാം എനിക്കൊന്ന് കഴിഞ്ഞ ഇപ്പോൾ ഒരു 6 മാസം 7 മാസം ഉണ്ടാവും ഈ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഞാൻ 2024 ഒരു പുതുവർഷം തുടങ്ങണം. അപ്പോൾ കുറേ ആളുകൾ ആവശ്യപ്പെട്ടു, സാറേ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ചെയ്യാനുണ്ട്, സാറേ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം ജനുവരിയിൽ 12-ാം തീയതി ഒരു പുതിയ വേർഷൻ വൃത്തിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി കുറച്ചുകൂടെ ക്രിസ്പാക്കി, പക്ഷേ 33 ഡേയ്സ് ഉണ്ടാവും, പക്ഷേ മോർ ഇഫക്റ്റീവ് അങ്ങനെ ഒരു സാധനം ജനുവരി തുടങ്ങാം. അതാണ് അടുത്ത എൻ്റെ ലക്ഷ്യം.